ഷാനവാസ് തിരിച്ചെത്തി. പ്രൊമോക്കകത്ത് തന്നെ ഉണ്ട് മക്കളെ ഹിന്റ്. അത് മാത്രമല്ല, നെവിൻ ഔട്ടായോ? കാരണം നെവിൻ ഈ പറയുന്ന പോലെ ഔട്ടാവുന്നു എന്നൊരു സാധനമാണ് നമുക്ക് പ്രൊമോക്കുള്ളിൽ നിന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും ഞെട്ടിത്തരിച്ച് ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രൊമോ ആയിക്കോട്ടെ, ഇന്ന് വന്ന പ്രൊമോ ആയിക്കോട്ടെ, വെറൈറ്റി രീതികളോടെയാണ് എവിക്ഷൻ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ പ്രൊമോയിൽ കണ്ട സംഭവങ്ങളിൽ തന്നെ ഉണ്ട് ആരാണ് ഔട്ടാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ, പ്രൊമോയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ, മറക്കാതിരിക്കല്ലേ, അല്ല മറന്നു പോവരുതേ, ചെയ്യണം, ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൊമോ, ഇന്നലെ വന്ന പ്രൊമോ ആദ്യം പറയാം. ലാലേട്ടൻ വരുന്നു, ഈ ആഴ്ച ഒരാൾ വെളിയിൽ പോകും എന്നാണ് പറയുന്നത്. എവിക്ഷനിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഔട്ടാവുന്ന ആളുടെ പേര് ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുമ്പം ഹനിമോൾ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. അക്ബർ ദേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം നെവിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആരായിരിക്കും? എന്തായാലും എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ ഔട്ടായ ആള് പെട്ടെന്ന് അവർക്ക് ഔട്ടാവുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഞെട്ടലൊക്കെ കാണുമെങ്കിലും അവർ ഞാൻ ഔട്ടായല്ലോ എന്നൊരു സങ്കടം കാണിക്കാറില്ല പൊതുവെ. നമ്മുടെ ജാൻമോണിയുടെ ഒക്കെ കേസ് എക്സെപ്ഷണൽ കേസാണ്. അതായത് ഔട്ടായപ്പോൾ ഭയങ്കര വിഷമമായി കരഞ്ഞു. പക്ഷെ ചിലർ മിക്കപ്പം ഞാൻ അവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചപ്പം അൻസിഫ് യു ആർ എവിക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താ ഓക്കെ താങ്ക് യു ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആരും ഇങ്ങനെ നമ്മൾ ഔട്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കത്തില്ല, ഒരുമാതിരി ഇരിക്കത്തില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്, അവർക്ക് വിഷമം ഉണ്ടാകും, പക്ഷെ അത് കാണിക്കത്തില്ല പെട്ടെന്ന്. അപ്പോൾ അത് വെച്ച് ആ പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ നെവിനോ അക്ബറോ അനുമോളോ അല്ല ഔട്ടായിരിക്കുന്നത്. പക്ഷെ വീട്ടുകാർക്ക് ഞെട്ടൽ കൊടുക്കുന്ന മറ്റാരോ ആണ് ഔട്ടായിരിക്കുന്നതെന്നാണ് ഇവരുടെ 3 പേരുടെയും എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് പിന്നെ ബാക്കി ആരൊക്കെയാണ് അവിടെ ഉള്ളത്? സാബുമാൻ ഉണ്ട്, നൂറയുണ്ട്, അനീഷുണ്ട്, അതുപോലെ തന്നെ ആര്യനുണ്ട്. ഇവർ 4 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഔട്ടാവുന്നതെന്നാണ് ഇന്നലത്തെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാവും. എന്തായാലും സാബുമാൻ ഔട്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഞെട്ടലൊന്നും വരാൻ പോകുന്നില്ല. ആര്യൻ ഔട്ടായി കഴിഞ്ഞാൽ അനുമോൾ ഇങ്ങനെ ഞെട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അവർ തമ്മിൽ അത്ര വലിയ കണക്ഷനൊന്നും ഇല്ല. ചിലപ്പോൾ നൂറയോ അനീഷോ എവിക്റ്റ് ആവുകയാണെങ്കിൽ അനുമോൾ ഈ പറഞ്ഞ ഈ കണ്ണ് തള്ളിയതിന് ഒരു അർത്ഥം ഉണ്ടാവും. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അത് ഇന്നലത്തെ പ്രൊമോ. ഇനി ഇന്ന് വന്നിട്ടുള്ള പ്രൊമോക്കകത്ത് ആരെ സേവ് ചെയ്യണം എന്നൊരു സാധനം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് നെവിൻ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നെവിനെയാണോ ഔട്ടാക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. നെവിൻ ആയിരിക്കണം. ഈ ആഴ്ചത്തെ വീക്കെൻഡ് പെർഫോമൻസ് വെച്ച് സാബുമാൻ ഉണ്ട്. എനിക്ക് സാബുമാന്റെ പേര് ഞാൻ പറയൂല, എന്റെ ടോപ്പ് 3 ആണ് സാബുമാൻ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, സാബുമാൻ അവിടെ വെച്ചിട്ടുണ്ട്. സാബുമാൻ അവിടെ ഇരുന്നോട്ടെ. എന്റെ ടോപ്പ് 3 പ്രഡിക്ഷൻ ആണ്, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ളത് നെവിൻ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം, എപ്പിസോഡ് വരട്ടെ. ദെൻ പിന്നീട് ഷാനവാസിന്റെ അപ്ഡേറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ സെക്കൻഡ് പ്രൊമോയിൽ ആരെയൊക്കെ സേവ് ചെയ്യണം? അനീഷിന് ആരെ സേവ് ചെയ്യണം? അത് എനിക്ക് നൂറയെ സേവ് ചെയ്യണം. അപ്പം അനുമോൾക്ക് ആരെ സേവ് ചെയ്യണം? അപ്പൊ ഇങ്ങനെ ഓരോരുത്തരടുത്തും ആരെയൊക്കെ സേവ് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആദിലയുടെ അടുത്ത് ആരെ സേവ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദില ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പൊ ക്യാമറ എത്രയും കാണിക്കുമ്പോൾ 2 കണ്ണ് സൈഡിലുണ്ട് മക്കളെ. ആരുടെ കണ്ണാ? ഷാനവാസിന്റെ കണ്ണ്. സോ ഷാനവാസ് ഇസ് ബാക്ക്. ഷാനവാസ് തിരിച്ചു വന്നു എന്ന് ആ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം കാണിക്കുന്നതിൽ ഷാനവാസ് ഇല്ല, പിന്നീടാണ് ഷാനവാസ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വരുന്നത്. അപ്പം എന്തായാലും ഷാനവാസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന്റെ പ്രൊമോകളെല്ലാം വരുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രൊമോയിൽ നിന്ന് മനസ്സിലായ സാധനം ഇതാണ്. പിന്നെ എവിക്ഷൻ എനിക്ക് തോന്നുന്നില്ല ടാസ്ക് ഒന്നും ഉണ്ടെന്നേ. കാരണം ലാലേട്ടൻ എന്തെന്നറിയാവോ, ഓരോ കാർഡ് വെച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ അന്നൂറ സേവ് ആക്കണോ, അല്ലെങ്കിൽ എന്താ പറയുക ആര്യൻ സേവ് ആക്കണോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സേവ് പറയല്ലോ. അപ്പൊ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ ഓരോ കാർഡ് വെച്ച് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് വെച്ചിട്ട് അതിനകത്ത് ഒരെണ്ണം എവിക്റ്റഡും ബാക്കിയൊക്കെ സേവ്ഡും അങ്ങനെ ആയിരിക്കാം. എടുത്ത് ഇങ്ങനെ മറിച്ച് അങ്ങനെയാണെന്നാണ് പ്രൊമോ. അത് ഇന്നലത്തെ പ്രൊമോയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കത് കണ്ട് തന്നെ അറിയാം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊമോ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.